മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മേഖലയിലെ ജീവനക്കാർ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുവെന്ന് ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ. ടാർഗറ്റുകൾ നിശ്ചയിച്ച് അവ കൈവരിക്കാനാകാത്ത ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് വ്യാപകമാണെന്നാണ് BMSRA സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഉപേന്ദ്രൻ ആരോപിക്കുന്നത്. മെഡിക്കൽ കമ്പനികൾ പ്രതിമാസം 50 ലക്ഷത്തിന് മുകളിലാണ് ജീവനക്കാർക്ക് ടാർഗറ്റ് നൽകുന്നത്. ടാർഗറ്റ് കൈവരിക്കാത്തവരെ മാനേജർമാരും സൂപ്പർവൈസർമാരും മാനസികമായി പീഡിപ്പിക്കുന്നത് പതിവാണെന്നും ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഉപേന്ദ്രൻ പറഞ്ഞു. ആബട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ കഴിഞ്ഞ 6 മാസമായി മിഥുൻ ജോലി ചെയ്തു വരികയാണ്. ആബട്ട് എന്ന് പറയുന്ന കമ്പനിയിലെ മാനേജർമാരുടെ കൊടുംപീഡനവും അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ നിരന്തരമുള്ള പീഡനമാണ് മരണകാരണമെന്ന് എഴുതി വെച്ചിട്ടാണ് മിഥുൻ ആത്മഹത്യ ചെയ്തത്. ഇന്ന് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മേഖലയിൽ പല കമ്പനികളും അശാസ്ത്രീയപരമായിട്ടുള്ള ടാർഗറ്റ് നൽകുകയും അത് ചെയ്യാത്തതിൻ്റെ പേരിൽ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന് ടാർഗറ്റ് 3 മുതൽ 5 ലക്ഷം രൂപ വരെ വർദ്ധിപ്പിക്കുന്ന രീതിയാണ് പല കമ്പനികളും പിന്തുടരുന്നത്. ഇത് മെഡിക്കൽ കമ്പനി ജീവനക്കാരിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരെ കമ്പനി മാനേജർമാർ പരസ്യമായി അപമാനിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണമുണ്ട്. സാധാരണ പ്രവൃത്തി സമയത്തിന് ശേഷവും രാത്രി വൈകിയും മീറ്റിംഗുകളിൽ പങ്കെടുക്കുവാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നതായും ഇത് തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതായും സംഘടന വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തമലം സ്വദേശി മിഥുൻ ആത്മഹത്യ ചെയ്തതും ജോലി സമ്മർദ്ദം കാരണമാണ്. മിഥുനെ മരണത്തിലേക്ക് നയിച്ച അബോട്ടിൻ എന്ന മെഡിക്കൽ കമ്പനിയുടെ മാനേജർ ബാലാജിക്കെതിരെ പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ മെഡിക്കൽ കമ്പനികളും അതുപോലെ സർക്കാരും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അഭിജിത്തിനൊപ്പം ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.